ജിൻഡോ അഭിഷേക് 3 പേര് ഇരുന്ന് സംസാരിക്കുകയാണ്. ഇന്ന് അവരുടെ ഫാമിലി വന്ന് പോയതിന് ശേഷമുള്ള ഒരു ടോക്കാണ് അവിടെ. സായിയുടെ ഫാമിലി വന്ന് പോയതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് സായി അവിടെ പറയുന്നുണ്ട്, ഇവിടെ 2 പേർക്കാണ് കടമ്പകൾ കിടക്കാനുണ്ടായിരുന്നത്. ഒന്ന് എനിക്കും മറ്റൊന്ന് ജാസ്മിനുമാണ്. എന്റെ കടമ്പ സക്സസ് ആയിട്ട് ഞാൻ കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് പ്രശ്നമില്ല. ഇനി അടുത്തത് ജാസ്മിനാണ്. ജാസ്മിന്റെ ഫാമിലി ഇവിടെ എൻറ്റർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഉയരുന്നൊരു കാര്യം. എന്റെ മനസ്സ് പറയുന്നത് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചു പോവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ പലരും ചിന്തിക്കുന്നത് അങ്ങനെ ആയിരിക്കില്ല എന്നാണ് അവിടെ സായി പറയുന്നത്. അവിടെ അവൾക്കുണ്ടായിട്ടുള്ള ആ ബുള്ളിങ് അത്രത്തോളം ഉണ്ട് എന്ന് അവിടെ സായി പറയുന്നുണ്ട്. അപ്പം ജിൻഡോയ്ക്ക് പുറത്ത് നടന്ന കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ അവിടെ സായി പറയുന്നുണ്ട്, നിങ്ങൾക്കറിയില്ല എത്രത്തോളം ഫേസ് ചെയ്യേണ്ടി വരും അവൾ എന്നുള്ളത് നിങ്ങൾക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അഭിഷേക് പറയുന്നുണ്ട്, എനിക്കും അറിയാലോ, ഞാൻ കണ്ടിട്ടുള്ളതല്ലേ എന്ന് അഭിഷേക് പറയുന്നുണ്ട്. അത്രത്തോളം നേരിടേണ്ടി വരും അവൾ എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പം അഭിഷേക് പറഞ്ഞു, ഒരാൾ ഇവിടുന്ന് പുറത്തു പോയിട്ടുണ്ടല്ലോ, അതൊക്കെ ഫേസ് ചെയ്തോ എന്തോ, അതിൽ നിന്ന് പോന്നോ എന്തോ എന്ന് അവിടെ അഭിഷേക് പറയുന്നുണ്ട്. അപ്പൊ സായി പറയുന്നുണ്ട്, അവൻക്ക് എന്തായാലും അതിൽ നിന്ന് പോന്നിട്ടുണ്ടായിരിക്കണം, ആ ബുള്ളിങ്ങിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കണം എന്ന് അവിടെ സായി പറയുന്നുണ്ട്. കൂടാതെ സായി പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഫാമിലി അവൾക്കൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ അവൾക്ക് പിന്നെ ബാക്കി ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി എല്ലാത്തിനെയും അവൾക്ക് ഫേസ് ചെയ്യാനുള്ള ധൈര്യം തൻ്റെ ഇടം അതിൽ നിന്ന് കിട്ടും. അവളെ കൂടെ ഫാമിലി മാത്രം നിന്നാൽ മതി. അത് നിന്നാൽ പിന്നെ അവൾ രക്ഷപ്പെട്ടു, പിന്നെ അവൾക്ക് പ്രശ്നമില്ല, എല്ലാത്തിനെയും നേരിടാനായിട്ട് അവൾക്ക് കഴിയും എന്നാണ് അവിടെ ഇരുന്ന് സായി പറയുന്നത്. എന്തായാലും നാളെ വരുന്നത് ജാസ്മിന്റെ ഫാമിലി അല്ല, സൺഡേ ആണ് ജാസ്മിന്റെ ഫാമിലി വരുന്നതെന്ന് തോന്നുന്നു. ജാസ്മിന്റെ ഫാമിലിയെ വെയിറ്റ് ചെയ്ത് തന്നെയാണ് പ്രേക്ഷകർ മൊത്തം കാത്തിരിക്കുന്നത്. എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്, എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർ അത്രയും ആകാംക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്. അത് സായിക്ക് അറിയാം. സായി അത് തന്നെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയും സൈബർ ബുള്ളിംഗ് ആണ് ഇപ്പോൾ ജാസ്മിൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജാസ്മിന്റെ പ്രവൃത്തി കാരണവും പിന്നെ ആ ഇഷ്ടമില്ലാത്ത അച്ചി ചെയ്യുന്നതെല്ലാം പിന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാവുമ്പോൾ പിന്നെ ജാസ്മിൻ തൊടുന്നതെല്ലാം തന്നെ മോശമാണ് എന്നുള്ള തരത്തിലാണ് പിന്നീട് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ആ ഹൗസിൽ ഈ ശരിയുള്ള ഭാഗത്ത് ജാസ്മിൻ എന്ത് ചെയ്താൽ പോലും ശരിയുടെ ഭാഗത്ത് നിൽക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയാണ്.